വികസിത കേരളം. ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പിൽ അന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് അവർ പറയുന്നു. മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ BJP NDAയ്ക്കൊരു കഴിവ് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ പറയുന്നു, BJPന്റെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു മിഷൻ. അത് ചെയ്യുന്നവരെ, അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല. നാട് നന്നാവണം, മാറണം. നരേന്ദ്രമോദിജി വികസിത ഭാരത് സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം സൃഷ്ടിക്കണം. എന്തുകൊണ്ട് ഇതുവരെ അത് നടക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആ വീഡിയോയിൽ അതിൻ്റെ അവസാനം ഭാഗത്തില്ല, അതാണല്ലോ പ്രശ്നം. ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട് ഇങ്ങനെ പിന്നോട്ട് പോകുന്നു? അപ്പോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പാർട്ടിക്കൊരു മുദ്രാവാക്യമായിട്ട് മാത്രമല്ല, ഇത് നമ്മുടെ ദൗത്യം, ലക്ഷ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പൊ ഈ വികസിത കേരളം, അതിനെക്കുറിച്ച് ഞാൻ ഒരു 2-3 കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു. വികസനം, ഇത് കോൺഗ്രസ് പാർട്ടിയും 65 കൊല്ലം ഗരീബി ഹട്ടാവോ, ഇത് ഹട്ടാവോ, മറ്റേത് ഹട്ടാവോ എന്നും പറഞ്ഞ് നടത്തുന്ന പാർട്ടിയാണ്. അവരും പറഞ്ഞിട്ടുണ്ട്, LDF പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP വികസനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വികസനം എന്താണ്, എന്തിനു വേണ്ടിയാണ് വികസനം, അതിൻ്റെ ഒരു ഉത്തരമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. BJP NDAന്റെ കാഴ്ചപ്പാട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു വികസനം, വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊരു വികസനം, യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊരു വികസനം, ആക്കുന്നൊരു വികസനം, തൊഴിൽ നിക്ഷേപം, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നൊരു വികസനം, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നൊരു വികസനം, നാടിന്റെ സാധ്യത, നമ്മുടെ കേരള നാടിന്റെ സാധ്യതയെ യാഥാർത്ഥ്യമാക്കുന്നൊരു വികസനം. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്ന ഒരു വികസനം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, BJP NDA. ആ വികസനം ജനങ്ങൾ 5 കൊല്ലം, എല്ലാ 5 കൊല്ലം വോട്ട് ചെയ്യുമ്പോൾ, അത് ലോക്കൽ ബോഡിയാണോ, അസംബ്ലി ആണോ, MP ഇലക്ഷൻ ആണോ, ജനങ്ങൾ ഇത് ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. ഈ പാർട്ടി അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് എൻ്റെ കുടുംബത്തിന്റെ ഈ പ്രശ്നം പരിഹരിക്കും, അല്ലെങ്കിൽ ഈ പാർട്ടി, ഈ കാൻഡിഡേറ്റ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ ഭാവി, വരുന്ന തലമുറയ്ക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, വിദ്യാഭ്യാസം സൃഷ്ടിക്കും. ഇങ്ങനെ വിചാരിച്ചാണ് ജനങ്ങൾ വിശ്വസിച്ചിട്ട്, വാഗ്ദാനം പറയുന്ന പാർട്ടികളുടെ വാഗ്ദാനം വിശ്വസിച്ചിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നു.